വെജിറ്റേറിയൻ മീൻകറി കൂട്ടിയിട്ടുണ്ടോ? മക്കളെ വാ ഉണ്ടാക്കാം. ഇന്നലെ ഉള്ളി അരിഞ്ഞപ്പോൾ മുറിഞ്ഞാ സത്യമായിട്ടും ഈ വിരലില്ല, ഈ വിരലെ വെച്ച് അരിയുന്നേ. അന്നേരം ഇത് ഉറയിട്ടില്ലായിരുന്നു. അന്നേരം ഇങ്ങനെ അതുകൊണ്ട് ഞാനിപ്പോൾ കെട്ടി വെച്ചതാണ്, ഉറയിടുന്നില്ലെന്ന് വെച്ചിരുന്നത്. പിന്നെ കൈമരാത്തോണ്ട് പയ്യൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതാ എൻ്റെ നാട് പാലായിൽ നിന്നും പോണേ. എൻ്റെ വീട് കടനാടെന്ന് പറഞ്ഞ സ്ഥലത്താണ്. പക്ഷേ എല്ലാവരും തെടനാടാണോ തലനാടാണോ ഇതുകൊണ്ട് പാലായെന്ന് പറഞ്ഞു. പാലായിന്ന് 12 കിലോമീറ്റർ അങ്ങനെ എൻ്റെ സ്വന്തം വീട്. എന്നെ കെട്ടിച്ചത് കൂരാപ്പട. ഇതിലെ ഇഷ്ടം പോലെ പാമ്പുണ്ട്. എല്ലാവരും കാടും പള്ളയൊക്കെ വെട്ടിത്തെളിച്ചപ്പോഴേ അവർക്കിരിക്കാൻ ഇടയില്ല. അവരെല്ലാം ഇങ്ങനെ സന്ധ്യാകുമ്പോൾ ഈ വഴിയെ പോലെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ കാടും പള്ളയില്ലാതെ അവർക്കിരിക്കാൻ ഇട വേണ്ട. കടുവ ഇറക്കാനുള്ള സാധനം ഇത്രയായി. ഇതാണ് ഞങ്ങളുടെ മീൻ, കത്രിങ്ങ. ഇത് പറമ്പിലെ കുളത്തിൽ കരയ്ക്കുണ്ടാകുന്ന മീനാണിത്. നെയ്മീൻ്റെ ആണ്. അത് കലങ്ങി പോകും, അധികം വേവില്ലാത്തല്ലേ. ഇത് നമ്മളെ കഷ്ണം മീൻ പോലെ തന്നെയാണ്. എങ്ങനെയാ വെള്ളത്തിൽ ഇങ്ങനത്തെ മീനുണ്ടാവുമോ? കട കിട്ടും, ചന്തയിലൊക്കെ കിട്ടും. കറയുള്ള മീനാണ്. ഈ മീനിൻ്റെ പേര് കത്രിങ്ങ. കത്രീന അല്ല, കത്രി. നല്ല റബ്ബറിൻ്റെ വിറകല്ല, കുഴലൊന്നുമില്ല. അവിടെയൊക്കെ പൈപ്പിൻ്റെ ഒക്കെ കാണും. ഇനി ഇത് എണ്ണ തീയെ വെച്ചു. ഇനി ഇത് കുഴഞ്ഞ് കലുത്ത് പോകാണ്ടിരിക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് വറുത്ത് കോരി ഇടണം. പകുതി മൂപ്പായി. ചേര തിന്നുന്ന നാട്ടിൽ ചെല്ലുമ്പം ചേരയുടെ നടുവിന് പിടിക്കണമെന്ന്. അത് നടുമുറിയൊക്കെ തിന്നണമെന്നായിരിക്കും. തലമാലും കണ്ടാലേ ചേരയാണെന്ന് അറിയത്തുള്ളൂ. നടു കണ്ടാൽ മീനാന്നല്ലേ ഇത്. നമ്മളെ മേടിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും രുചിയൊന്നുമില്ല. ഇത് നല്ല വെളിച്ചെണ്ണയാണ്. കടയിൽ നിന്ന് വാങ്ങുന്നത് നല്ല മായം ചേർന്നില്ല, പതഞ്ഞ് പൊങ്ങി വരികയല്ലേ. ഇതുകൊണ്ട് ഈ എണ്ണ ഇത് കണ്ടോ എന്നാ ഇത് കട. അന്നേരം മീൻകറിക്കൊക്കെ നല്ല കളറ് വരും. മുള്ളൊന്നും ഇല്ലാത്ത മീനാണ് അത് മീൻ്റെ മുട്ടയാണ് കിടക്കുന്നത്. ഉലുവ ഇട്ടു, കടുകിട്ടു, കരിയാപ്പല ഇട്ടു. ഇത് വെളുത്തുള്ളി വകരി മൂക്കുമ്പോൾ ചുമന്നുള്ളി ഇടണം. പച്ചമുളക് ഇട്ടു. നല്ല ചൂടായി, തീയായി അടുപ്പി. ഉള്ളിയൊക്കെ ഇട്ടത് മൂത്ത് ഇനി മുളക് പൊടി ചേർക്കുക. വെള്ളം ഒഴിച്ച് ചേർക്കുക. ഇനി അടുത്ത ഉപ്പ് ചേർക്കുവാണ്. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഒരുമിച്ചിട്ടാക്കും. മഞ്ഞൾപ്പൊടി ചേർത്തു, കുരുമുളക് പൊടി. ഒന്ന് ഉപ്പ് നോക്കാം, ഉപ്പും പുളിയൊക്കെ.
കുഴപ്പമില്ല. മീനിടാം. ഇനി കരിയാപ്പില ഇട്ട് വാങ്ങി വെക്കുക. നമ്മുടെ മീൻകറി റെഡി.